എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയതാണ് കേട്ടോ മഴ. രാവിലെ അല്ല, രാത്രി തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ സമയത്തേ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പിന്നെ പുറത്തേക്കൊന്നും അങ്ങനെ വന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല, കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ രാവിലെ ചായയും കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ കുറേ നേരം മഴയൊക്കെ കണ്ട് അങ്ങനെ കൊലായ്മ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു 10 മണി ആവണ നേരത്താണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ 10 മണിയൊക്കെ ആയപ്പം 10 മണി കഴിഞ്ഞിരിക്കണം. മീനൊക്കെ കിട്ടിയതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ഞാൻ മഴയൊക്കെ നല്ല മാറിയതിന് ശേഷം പിന്നെ അലക്കലോ കൂളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴും മുറ്റത്തെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ മുറ്റത്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മുറ്റടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ കുളിയും അമ്മ ഒറ്റയ്ക്ക് കുളിക്കും കേട്ടോ. അമ്മ ഒറ്റയ്ക്ക് കുളിക്കും. അമ്മയ്ക്ക് അങ്ങനത്തെ കുളിക്കണേണ്ട വിഷയമൊന്നുമില്ല. അപ്പം അമ്മ കുളി കഴിഞ്ഞ് അച്ഛൻ പണിക്ക് പോയിക്കണം. എന്താണ് ആനീനും അങ്ങനെ പണിക്ക് പോയിക്കണം കേട്ടോ. പിന്നെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ സാവധാനം ചോറും കറിയൊക്കെ ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും അമ്മയും അങ്ങനെ കുറേ നേരം മഴയൊക്കെ കണ്ട് അങ്ങനെ കൊലായ്മൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തോരൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് കുട്ടികളില്ലേ, അതേപോലെ കുട്ടികളുണ്ടാവാൻ ട്രീറ്റ്മെൻറ്റ് നടത്തണില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല വീട് എവിടെയാണെന്നും വീട്ടിലാരൊക്കെയുണ്ട്, എന്താണ് ജോലി, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറയാറുണ്ട് ഒരു Q&A, അതേപോലെ എന്താ പറയുക, ഒരു ചോദ്യോത്തരമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടൂടേന്ന് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ക്യാമറ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഒന്നും വീഡിയോ എടുക്കാത്തത്. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ട് ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയിട്ടാണ്, പക്ഷെ അങ്ങനെ പറ്റണില്ല. ഏതെങ്കിലും കാലത്തൊക്കെ അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെയൊക്കെ വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ മുറ്റടിയൊക്കെ കഴിഞ്ഞ് കുളിയും തോരടലും അലക്കലും തോരടലും മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ ചോറ് വയ്ക്കാനായിട്ട് വന്ന് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോണ നേരത്ത് തീ പിടിപ്പിച്ചിരുന്നു കേട്ടോ. ചോറിന് വേണ്ടിയിട്ട് തീയൊക്കെ പിടിപ്പിച്ചിരുന്നു. ആദ്യം നമ്മൾ പുറത്ത് വെച്ചിട്ടായിട്ടാണ് ചോറൊക്കെ വെച്ചിരുന്നത്. ഇവിടെ അങ്ങനെ ഈ അകത്തങ്ങനെ തീ പിടിപ്പിക്കാറില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പുറത്തെടുപ്പാകുമ്പോൾ വേഗം പണി ചെയ്യലോ എന്നിട്ട് അമ്മയ്ക്ക് അതാണ് കേട്ടോ എളുപ്പം. അപ്പോൾ അങ്ങനെ പുറത്താണ് നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഇപ്പം മഴയൊക്കെ ആയ കാരണം തീരെ അങ്ങനെ പുറത്ത് വെക്കാനായിട്ട് പറ്റലില്ല. അപ്പോൾ പിന്നെ അകത്തങ്ങനെ ഞാൻ ചോറിന് തീയൊക്കെ പിടിപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയത്. പിന്നെ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അരിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അരി വെന്തോന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടാണ്. ചോറൊക്കെ ഊറ്റി വെച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മൾ കറി വെക്കണം കേട്ടോ. കറി വെക്കാൻ ഇന്ന് എന്താ പറയുക, പലവകയാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരെ വൈകിട്ടാണ് മീൻകാരൻ വന്നതും. മഴയായ കാരണമായിരിക്കാം മീൻകാരൻ, പിന്നെ മീനൊന്നും ഇല്ല, പലവക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പലവകയാണ് മേടിച്ചത്. പലവക എന്ന് പറഞ്ഞാൽ ഈ കോരക്കുട്ടികൾ, അതേപോലെ തന്നെ ഈ ചട്ടിപ്പത്തി, അങ്ങനത്തെ മീനൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളവിടെ. കോര, ചട്ടിപ്പത്തി, പിന്നെന്താ ചെറിയ മത്തികൾ, 1-2 ചെമ്മീൻ, 2-3 അയിലക്കുട്ടി, അങ്ങനെ പല മീനും കൂടിയുള്ള മീനിന് നമ്മൾ പറയുന്ന പേരാണ് കേട്ടോ. പലവക എന്ന് പറയും, ചരുവളെന്നും പറയും കേട്ടോ. അപ്പോൾ ആ മീനാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് കറി വെക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ കലക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചോറൊക്കെ ഊറ്റി ആ ചോറൊക്കെ ഒന്ന് പൊരിച്ച് അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അങ്ങനെ കറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കറിയും വെച്ചിട്ടാണ്. പിന്നെ അതിലിടയ്ക്ക് അനിയൻ പണിയില്ലാതെ വന്ന് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതേപോലെ പെരുന്നാൾക്ക് ഇറച്ചി തരുമല്ലോ, എന്താ പറയുക ഇതിന്, സക്കാത്ത് എന്താ പറയുക, ഒതുവായ ഇറച്ചി എന്നാണ് ഇവിടെ പറയാം. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഇവിടെ എന്താ പറയുക, നമ്മളിവിടെ ഞാൻ അതിനെ ആ ഇറച്ചിക്ക് പെരുന്നാളിൻ്റെ ഇറച്ചി എന്നാണ് ഞാൻ സാധാരണ കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും. പക്ഷെ അമ്മ, ഞാനിപ്പോൾ ചോറ് കൊടുക്കുന്ന സമയത്ത് അമ്മ പറയുകയും അതിൻ്റെ പേര് ഒതുവായ ഇറച്ചി എന്നാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച്
കൊണ്ടുവന്ന് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ബീഫ്. അപ്പോൾ അവൻ പിന്നെ അങ്ങനെ അവിടുന്ന് അവന് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഞാനാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഇതാ ബീഫ് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കുക്കറിൽ ഒരു 5-6 വിസിൽ വന്നതിന് ശേഷം പിന്നെ ആ ഫസ്റ്റത്തെ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കിയതിന് ശേഷം പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ 2-3 വിസിൽ വന്നിട്ട് അങ്ങനെ വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബീഫ് ഉണ്ടാക്കൽ. വേറെ ഒന്നുകൊണ്ടല്ല, എന്താണ് കൊളസ്ട്രോളൊക്കെ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട്. എനിക്കറിയില്ല അതിനെപ്പറ്റി, ശാസ്ത്രീയമായിട്ട് അറിയില്ല. ഞാനങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും ബീഫ് ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വരട്ടി എടുക്കുമല്ലോ അങ്ങനെ പിന്നെ ഞാൻ ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവയും അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകവും ആദ്യം ഇട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉള്ളി, ഒന്നര ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ. 2 തക്കാളി, കുറച്ച് പച്ചമുളകും പിന്നെ അതിലേക്ക് വേണ്ട മസാല കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാ. അതിന് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ സുമാർ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ കണക്ക് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്രയൊക്കെയാണ് ഇറച്ചി ഉള്ളത് അതിനനുസരിച്ചുള്ള പൊടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് പിന്നെ മല്ലീൻ്റെ ഇല ഞാൻ ലാസ്റ്റ് ഇട്ടിരിക്കണം കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഇല്ല. പിന്നെ അങ്ങനെ അതൊക്കെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ടാണ്. പിന്നെ ഇറക്കാൻ നേരത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിരിക്കണം കേട്ടോ. അതൊന്നും പിന്നെ ഇതിലില്ല. പിന്നെ ഞാൻ വിളമ്പണ വീഡിയോയും കൂടി എടുത്തിരുന്നത്, പക്ഷേ ഞാൻ ഷോർട്സിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ ലോങ് വീഡിയോയിൽ അതില്ല കേട്ടോ. ഷോർട്സിൽ നമ്മൾ എന്താ പറയുക, ഫോൺ ഇങ്ങനെ ഈ ലെവലിൽ പിടിച്ചിട്ടല്ലല്ലോ നമ്മൾ ഷോർട്സ് എടുക്കുക. അപ്പോൾ അതിൽ ആണ് കേട്ടോ നമ്മൾ ബീഫ് കറി വിളമ്പണ വീഡിയോ ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടി ബീഫ് കറിയൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടി ചോറൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.